രാവിലത്തെ ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് അടുക്കളയിലുള്ള പാത്രങ്ങളെല്ലാം കഴുകി വെക്കുകയാണ് കേട്ടോ. അതിനുശേഷം വേണം നമുക്ക് ഉച്ചത്തേക്കുള്ള കലാപരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ചായ കുടിയെല്ലാം കഴിഞ്ഞപ്പോൾ കുഞ്ഞു അപ്പു നല്ല കളിയിലാണ് കേട്ടോ. എപ്പോഴാണ് കളി കാര്യത്തിലാവുക, കരയുക, ആരാണ് പരാതിയും കൊണ്ട് വരിക എന്നൊന്നും അറിയില്ല. അവർ വരുന്നതിന് മുമ്പ് പണികളെല്ലാം കൂടി തീർക്കാം. ഇന്ന് കുറച്ച് കുഞ്ഞൻമത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഞാൻ നന്നാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് വറക്കുകയും ചെയ്യാം, കുറച്ച് കറി വെക്കുകയും ചെയ്യാം. പുളിയെല്ലാം വെള്ളത്തിലിട്ടിട്ടോ. ഇനി അതിലേക്ക് ആവശ്യമായ സവാളയും തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവയെല്ലാം അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ വഴട്ടെല്ലാം അങ്ങോട്ട് തുടങ്ങി, അങ്ങോട്ടും ഇങ്ങോട്ടും വഴറ്റി പൊടികളെല്ലാം ചേർത്തു. ഇനി നമുക്ക് അവസാനം പുളിവെള്ളം കൂടെ ചേർക്കാം. അങ്ങനെ ആവശ്യത്തിനുള്ള പുളിവെള്ളം കൂടെ ചേർത്തിട്ട് ഇനി അത് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടോ. നമ്മൾ ഈ ക്വാർട്ടേഴ്സിൽ വന്നിട്ട് ഏറ്റവും എനിക്ക് ഉപകാരമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞത്, നമ്മുടെ അപ്പുണ്ണിക്ക് 9:45 ഇവിടുന്ന് സ്കൂളിലേക്ക് പോയാൽ മതി കേട്ടോ. ആദ്യമൊക്കെ ആണെങ്കിൽ 8:30 ആകുമ്പോൾ പോകണം. 8:30, 8:40 ആകുമ്പോഴത്തേക്ക് അവൻ്റെ വണ്ടി വരും. ഇവിടെ ഒരു 9:45 ആകുമ്പോഴേ വണ്ടി വരുള്ളൂ കേട്ടോ. അതുകൊണ്ട് നമ്മുടെ അപ്പുണ്ണിക്ക് പതുക്കെ എഴുന്നേറ്റാൽ മതി, എനിക്കും പതുക്കെ എഴുന്നേറ്റാൽ മതി. അങ്ങനെ കുറച്ച് മീൻ വറുത്തു, അതുപോലെ മീൻ കറി ഇതേ ആയിട്ടുണ്ട്. പിന്നെ കുഞ്ഞുവിനെ അപ്പുനെയും കുളിപ്പിച്ച് സുന്ദരക്കുട്ടപ്പന്മാരാക്കി. ഇനി കുഞ്ഞുങ്ങൾക്ക് ചോറും കൂടെ കൊടുക്കണേ. അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷത്തിലുള്ളൂ. ടെറ്റ ബേബി, സീ യു.